അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാനിൻ്റെ ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും അത് കാണാത്ത വിദ്യാർത്ഥികൾ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണം. 4 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ദുറൂസുൽ ഇഹ്സാനിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഈ 4 പാഠങ്ങളും വളരെ വിശദമായി തന്നെ പറഞ്ഞ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുക. ഇവിടെ നമ്മുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ഇവിടെ ഈ ബോക്സിൽ ശരിയുത്തരങ്ങളുണ്ട്, നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തത് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, നമ്മൾ അയൽവാസി എന്നുള്ള പാഠത്തിൽ ഒരു നല്ല അയൽവാസിയുടെ കഥ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ പറഞ്ഞ പേരാണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. ഏതാണ് ഇതിൽ നിന്ന് ശരിയായ ഉത്തരം? മഹാപണ്ഡിതൻ. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനായിരുന്നു. അപ്പൊ മഹാപണ്ഡിതൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അത് ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, കഴിക്കുന്ന ഭക്ഷണം ഡാഷ്. ഏതാണ് അവസാനത്തെ ഓപ്ഷൻ? ഹലാലും തയ്യിബും ആയിരിക്കുക. മൂന്നാമത്തത്, ഭക്ഷണത്തെ, രണ്ടാമത്തെ ഓപ്ഷൻ, കുറ്റപ്പെടുത്താതിരിക്കുക. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. 4, ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. 5, അയൽവാസികളെ സ്നേഹിക്കണം. 6, കുടുംബക്കാരെ സൽക്കരിക്കുക. 7, ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. ഇങ്ങനെ ശരിയായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, 2 വീതം എഴുതാം. താഴെയുള്ള ചോദ്യങ്ങൾക്ക് 2 വീതം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമുള്ള 2 ഗുണങ്ങൾ എഴുതിയാൽ മതി. രണ്ടാമത്തത്, അയൽവാസികളോടുള്ള കടമകൾ. അയൽവാസികൾ എന്നുള്ള പാഠത്തിൽ അയൽവാസികളോടുള്ള കടമകൾ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ള 2 എഴുതിയാൽ മതി. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചുവെക്കുക. ഇതെല്ലാം അയൽവാസികളോടുള്ള കടമകളാണ്. എഴുതാൻ എളുപ്പമുള്ള 2 എഴുതിയാൽ മതി. ഇനി അടുത്തത്, വിരുന്നിന്റെ മര്യാദകൾ. മൂന്നാമത്തെ പാഠം വിരുന്നൂട്ടൽ എന്നുള്ളതായിരുന്നു. ആ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിരുന്നിന്റെ മര്യാദകൾ എന്തൊക്കെയാണ്? പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം, വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം, അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. ഇതൊക്കെ വിരുന്നിന്റെ മര്യാദകളാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഈ 4 പാഠങ്ങളും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കണം. എഴുതാനുള്ള ഭാഗങ്ങൾ നിർബന്ധമായും എഴുതി പരിശീലിക്കണം. ഒരുപക്ഷെ നമുക്ക് ഉത്തരങ്ങൾ അറിയുമായിരിക്കും, പക്ഷേ എഴുതാൻ അറിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് നിർബന്ധമായും എഴുതിയും പരിശീലിക്കണം. ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. ഇനി രണ്ടാമത്തത്, ആരാണ് കുടുംബക്കാർ? നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഇനി അടുത്തത് 3-ാമത്തെ ചോദ്യം, എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ അവസാനത്തെ പാഠത്തിൽ പഠിച്ചു. അദബ് വേണം ഭോജനത്തിലും എന്നുള്ള പാഠത്തിൽ പഠിച്ചു. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ്. അതാണ് അതിന്റെ ഉത്തരം. അത് എഴുതി കൊടുക്കുക.
നാലാമത്തത് തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറഹു എന്ന് ചൊല്ലണം. ഇനി നാലാമത്തെ ഒരു ചോദ്യം, സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം. അത് ഓരോരുത്തരും മാതൃകുടുംബം, പിതൃകുടുംബം, ഉമ്മാന്റെ കുടുംബവും ഉപ്പാന്റെ കുടുംബവും അത് നിങ്ങൾക്കനുസരിച്ച് അവിടെ എഴുതിയാൽ മതി. ഇനി അഞ്ചാമത്തത് പൂരിപ്പിക്കുക. ലൈസൽ മുഅ്മിനു ഡാഷ് വജാറുഹു ഡാഷ് ഇലാ ജംബിഹി. നമ്മൾ അയൽവാസികൾ എന്നുള്ള പാഠത്തിൽ അത് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ഹദീസാണ് വിദ്യാർത്ഥികൾ പഠിക്കുക. അത് ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കുക. ഇനി അടുത്തത് മൻകാന ഡാഷ് ബില്ലാഹി ഡാഷ് വൈഫുഹു. മൂന്നാമത്തെ പാഠം വിരുന്നോട്ടൽ എന്നുള്ള പാഠത്തിൽ അതിഥികളെ ബഹുമാനിക്കുന്നതിന്റെ മഹത്വം പറയുന്ന ഹദീസാണത്. അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. ഇത് ശരിയായ രൂപത്തിൽ ഇവിടെ പൂരിപ്പിക്കുക. ഇനി അടുത്തത് അവസാനത്തെ ചോദ്യം, ക്രമത്തിലാക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ള ദിക്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അത് നമ്മൾ ശരിയായ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. എങ്ങനെയാണത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ രൂപത്തിൽ ശരിയായി എഴുതുകയാണ് വേണ്ടത്. ഇതാണ് 3ാം ക്ലാസ്സിൽ ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. ഒരിക്കൽ കൂടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കണം, എഴുതി പരിശീലിക്കണം. ഇനിയും ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.